Tagade dom, tagade daro. Tagade dom, tagade daro. Dum dara must dum dara must Miriyoram nananyolugum. Peri Peri Chicken. Terrace has an amazing spread of beautiful grilled chicken dishes. Hello and welcome to a brand new episode of your favorite show, Food Jam, right here on Roseball. We are here at the Terrace at Trivandrum, and as always, we're bringing you good music, good food, and yes, lots of fun. As always, here I am back bringing you good music and good food, but this time we have for you an absolutely amazing jack of all trades musician. Ladies and gentlemen, please say hello to Varki. എനിക്ക് തോന്നുന്നു കണ്ടംപററി മ്യൂസിക് ഫീൽഡിൽ വളരെ വളരെ ഫങ്കി ആയിട്ടുള്ള ഒരു പേരുള്ള ഒരാളും കൂടിയാണ്. The name Varki. പേരാണ് ഐ തിങ്ക് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ട് ഓഫ് മൈ മ്യൂസിക്. ഇത് നേരത്തെ കേട്ടിട്ടുള്ള കമന്റ് ആണോ? ഉറപ്പായിട്ടും. എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളിൽ വളരെ ഇൻഫോർമലായിട്ട് എന്നെ അതായത് ഞാൻ വെൻ ഐ യൂസ് ടു പ്ലേ ഫുട്ബോൾ വിത്ത് മൈ ഫ്രണ്ട്സ് അവരെന്നെ വിളിക്കുന്ന ഒരു പേരായിരുന്നു. ആൻഡ് സഡൻലി വെൻ ഐ വാസ് എനിക്കൊരു ആർട്ടിസ്റ്റിക് ആയിട്ടൊരു പേര് വേണം. അതിപ്പോൾ എൻ്റെ മറ്റേ പേര് ഒഫീഷ്യലായിട്ടുണ്ടെങ്കിലും വെൻ ഐ വാസ് സെർച്ചിങ് ഫോർ എൻ ആർട്ടിസ്റ്റിക് നെയിം ലൈക്ക് ഫ്യൂ ഇയേഴ്സ് അഗോ ഈ പേര് ആക്ച്വലി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു എന്ന് വേണം. ലൈക്ക് Actually, it gives you an identity. അല്ലേ, പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റും. Who's the person? Varki എന്ന് പറയുമ്പോഴേക്കും there aren't many other Varkis around. പക്ഷേ ഒരു മ്യൂസിഷ്യൻ, there is a rock musician like റെക്സാറ്റൻ്റെ ഒക്കെ സമയത്തുള്ള ജോൺ പി വർക്കി എന്ന് പറഞ്ഞാൽ he is like a very good musician. അത് but still ഇതൊരു ഒറ്റ വാക്കായതുകൊണ്ട് വർക്കി that is actually helpful like in my musical career also I think. Okay, and വർക്കിനെ കുറിച്ച് ഞാൻ എത്ര ഇൻട്രൊഡ്യൂസ് ചെയ്താലും ഒട്ടും തികയത്തില്ല because that's how much we have to talk about Varki. So before I start jumbling up all my all the points that I have saturated in about you, I'm going to let you speak for yourself. Tell us something about you. So എൻ്റെ പേര് വർക്കി. So I started out music very earlier. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ മ്യൂസിക്കൽ ജേർണിയിൽ ഏറ്റവും പിവറ്റൽ ഫിഗർ ഇസ് മൈ ലൈക്ക് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലി, അമ്മ ആൻഡ് അച്ഛൻ. അപ്പോൾ പപ്പ മ്യൂസിക്കിൽ അത്ര ഇൻക്ലൈൻഡ് അല്ല, ബട്ട് ദേ ആർ ഓൾ മ്യൂസിക് ലവേഴ്സ്. അപ്പോൾ അമ്മ ഈ മ്യൂസിക് പഠിച്ചു. ഷീ ടുക്ക് ദ പെയിൻ ടു ഗോ ടു യേശുദാസ് സാറിൻ്റെ ഒരു തരങ്കിണി എന്ന് പറയുന്ന സ്കൂളിൽ ഷീ ഡിഡ് എ ഡിപ്ലോമ ഇൻ മ്യൂസിക്. അപ്പം അവിടെ നിന്ന് അമ്മയുടെ ആ ഒരു മ്യൂസിക്കൽ പാഷനാണ് എനിക്ക് തോന്നുന്നു നമ്മൾ ആ ചൈൽഡ്ഹുഡിലൊക്കെ എന്നെയും എൻ്റെ സിസ്റ്ററിനെയും ഈവൻ എൻ്റെ ബ്രദറും ലൈക്ക് വി ആർ 3 ചിൽഡ്രൻ. അപ്പം നമ്മൾ 3 പേര് ആക്ച്വലി മ്യൂസിക് പഠിക്കാൻ പോകുമായിരുന്നു. ബട്ട് ലേറ്റർ ഓൺ എനിക്ക് തോന്നുന്നു ഒരു സ്കൂളിലൊക്കെ NDR ആയപ്പോൾ ഐ റിയലി വോണ്ടഡ് ടു ലൈക്ക് പെർസ്യൂ ദിസ് എന്ന് എനിക്കും തോന്നി. ആൻഡ് എവറിബഡി വാസ് സപ്പോർട്ടീവ്. ഇനിഷ്യലി ദേ ഹാഡ് എ സട്ടിൽ എമൗണ്ട് ഓഫ് ഡൗട്ട് ബിക്കോസ് ഈ കരിയറിനകത്ത് ഒരു അൺസർട്ടനിറ്റി ആൻഡ് ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. ഇറ്റ്സ് സോ അപ്പോൾ പിന്നെ they were cool and then lot of things unwinded on its way. അതാണ് ഒരു കാര്യമാണ് KM. Yes. So one thing that me and Varki found very common to talk about is both of us are absolutely crazy fans of A.R. Rahman. അല്ലേ, we have I think എനിക്ക് വർക്കിനെ കുറിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം വർക്കിക്ക് ഞാനുമായിട്ട് വൈബ് ചെയ്യാൻ പറ്റിയൊരു കാര്യം ഇതാണ്, our common love for A.R. Rahman. And the biggest thing about Varki is the fact that he is the one legit person that I know who has actually done his music studies from KM Music Conservatory. Yes, from KM Music Conservatory. For those of you who do not know what it is, Varki will tell you more. So KM is a music school run by A.R. Rahman sir. So it was actually started out Rahman sir eppozhum parayum it is one of his biggest dreams. So everybody in the music industry or like in the music career, they take the elevator and go up. Yes. And then it is floating. Correct. So how do the new people come into this field? So I think ഭയങ്കര optimistic ആയിട്ട് he started out a conservatory. So he found people all around the world. അങ്ങനെ വന്നു. It is actually like a very what do you say, like
technically advanced in music. അങ്ങനത്തെ ഒരു environment where you have people from outside. അപ്പോൾ എന്നെ പഠിപ്പിച്ച എല്ലാ പ്രൊഫസേഴ്സും, my composition teacher, my piano teacher, everybody was people from different parts of the world. അത് ഭയങ്കര ഒരു like Chennai is actually like a very cosmopolitan population അവിടെ ഉണ്ട്, പക്ഷെ this is like even better than even that, better even and a bigger. hub where you can go in and get lot of experience in music. It's like the most upgraded school in the country. Trust me, when when I was trying to go to that school, it was the most like we didn't have any other option. അപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ ഒരു മറ്റേ ആ ഒരു യങ് വൈബിൽ I wanted to go to Berkeley or Trinity and do it. But then ആ വഴികളൊന്നും ശരിയാവാതെ വന്നു. And there was a lot of reasons. അപ്പം I had to travel out and financially also that was a huge thing to commit to. So I was searching out for Indian alternatives. അങ്ങനെ നോക്കിയപ്പോഴാണ് റഹ്മാൻ സാറിൻ്റെ ഈ സ്കൂൾ ആൻഡ് കേരളത്തിൽ നിന്നും പിള്ളേരുണ്ട് അവിടെ, ലോട്ട് ഓഫ് പീപ്പിൾ. അപ്പം അവിടെ പോകുന്നു and then getting there changed actually the trajectory of my life. അപ്പം Did you actually get to meet Rahman sir in the that was such a fabulous experience. Our I'm getting goosebumps just listening to ഫസ്റ്റ് ടൈം റഹ്മാൻ സാറിനെ കാണാൻ വേണ്ടി അന്നപ്പം ഞാൻ അവിടെ പഠിക്കാൻ പോകുന്നു. അപ്പം പഠിക്കാൻ പോകുമ്പോൾ one thing what I did is I skipped 1 year in that course. Okay. So because I was doing music earlier, they let me like Okay. skip 1 year and go in. അപ്പം ആ സമയത്ത് he was busy with the projects and like I think 1 week after our school started, ഞാൻ ഇങ്ങനെ പിയാനോ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം like everybody in the school is excited about Rahman sir, even though they have seen it. That was my first time and I was practicing piano inside and then I was running out and he was like passing, because initially that one great thing we had in our life was our school was just near to his studio. Later it got a very big atmosphere and everything, but at that point of time idu ingane bhayangara intimate and he walks through our school. So I'm get excited and I was practicing some piece and then we ran out to see him and his son is like my friend, so they do music together. We were just talking to his son and I was like randomly, but I was so excited. Like you know that first thing. Did you pass out? Almost for like a while and I was like so excited. വേറൊന്നും കാണത്തില്ല, പുള്ളി മാത്രമേ കാണത്തുള്ളൂ. അപ്പം സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ഗ്ലോ. ഇപ്പോൾ when I think I don't know what it was, പക്ഷേ at that point I was really really excited, like on it. When you say KM Conservatory and about your time at KM Conservatory, I want to ask you, which was the parallel hit song happening at that time? I think ആ ഓസ്കർ ഷാഡോയും പിന്നെ ലൈക്ക് എനിക്കൊന്ന് വിനയ് താണ്ടി വരവാ is that like biggest hit which I was following and like my friends were also following. I can relate to this because I was at college too at that time, so you know, yeah, it completely adds. You know how like Vinay Thandi Varivai was like a wave and it engulfed so many other albums. It was quite different from his usual stuff, especially Aromale, the track, and you know, so many tracks in that song. Almost every single track was so different. Mannipaya and like, it was so different from what we've. I think Mannipaya is one like textbook kind of song where he has like two different styles merged into one. Brilliance, sheer brilliance. Okay, since we're talking about Rahman sir, how about a Rahman song? Perfect. Let's go for one of his songs. Yes. Dum da da must da da must da dum. ओ हम तम बिन तेरे क्या जीना, तेरे बिना बेसुआदी रतियां ओ सजना, तेरे बिना बेसुआदी रतियां ओ सजना. ओ रुकी रे काटू रे काटे ना. Dum da must tara dum da must tara dum dum. Oh hum dum bin tere ke jeena, tere bina
बेसुआदी रतियां ओ सजना तेरे बिना बेसुआदी रतियां ओ सजना ओ रूकी रे काटू रे काटे ना दम दर मस्त मस्त तर दम दर मस्त तर दम दम ओ हम दम बिन तेरे क्या जीना दम दर मस्त तर दम दर मस्त तर दम दम ओ हम दम बिन तेरे क्या जीना. We have more news and more exciting things to talk about, but before all that, we'll go in for a short break now, and when you come back, there's gonna be more music and more fun. So, and about KM Conservatory, I've heard that it's probably one of the very few schools in India, one of the few music schools in India where they cater to a very wide variety of music genres. Like they do Sufi music, they do Hindustani, they do Western classical. So, do you get exposure to all these genres? ആബ്സല്യൂട്ട്ലി അവിടുത്തെ ഏറ്റവും ഇതൊരു കോസ്മോപൊളിറ്റൻ കൾച്ചറും നമുക്ക് എബ്രോഡുള്ള ടീച്ചേഴ്സ് ഉണ്ടെങ്കിലും the same half, like the other half, is Indian teachers. Exactly. So അവിടെ ചെല്ലുമ്പം അതുകൊണ്ട് തന്നെ റഹ്മാൻ സാർ ആൻഡ് ദ അക്കാഡമിക് ടീം ദേ കോൺഷ്യസ്ലി ചേഞ്ച് ദ നെയിം ടു KM College of Music and Technology so that they don't feel it's an English conservatory. ട്രഡീഷണൽ വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക് പഠിപ്പിക്കുന്ന സ്ഥലമാണെന്ന് ആർക്കും ഫീൽ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി അവരങ്ങനെ മാറ്റി. ആൻഡ് വാട്ട് വി ഹാവ് ഇസ് നമ്മൾ ഈ ഒരു സെക്ഷൻ ഓഫ് വെസ്റ്റേൺ ക്ലാസിക്കൽ കോമ്പോസിഷൻ അതെല്ലാം കഴിഞ്ഞിട്ട് വി ഹാവ് എ സൂഫി മ്യൂസിക് ക്ലാസ്. So where we play harmonium, where we are exposed to Hindustani music. Adepole they have a flagship studio where you can go and experience film music stuff, recording. Adhe samayathu thanne there is a pocket of pop music. Appo njan padikkumbom pop music was not so much in the place, but still they are very open to it. Appo this is a place where you, because they know the Indian atmosphere, like you can't like everybody in the school cannot become like a classical pianist or so they need to like branch out in any other career. So our branching out possibilities were there in KM, so that also helped me in being in KM actually. It's so refreshing because നമ്മൾ normally കാണുന്ന ഒരുപാട് musicians like people we've met before, all people who've had that love for music, but not many of them have had the patience or the the courage to actually do it in the most legit way, like take a course in it or study music as your degree subject and things like that. People because music art forms എല്ലാത്തിനും അങ്ങനെ ഒരു freedom ഉണ്ട്, which can be good and bad in a sense. മനസ്സിലായില്ലേ? because ഇപ്പം ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു ആർട്ടിസ്റ്റ് ആവാം. You don't need to have a degree in it. But at the same time, the fact that you are somebody who's gone through such an amazing and KM Conservatory മാത്രമല്ല അത് കഴിഞ്ഞും we did some really exciting stuff. So the journey at that point, appo ഞാൻ ചെന്നൈ പോകുമ്പോൾ like that like the little things you have in Chennai, like a small apartment where you like set up your speaker and everything. Appo at that point another quick question, when you were in KM Conservatory, which was the hottest Raman hit happening at the time? Rockstar is subtly earlier, പക്ഷേ Rockstar like when I was there in 2012 also, we haven't like our Oscar shadow പോയിട്ടില്ല. Okay, like, okay, still there. Like okay, അത് കഴിഞ്ഞിട്ട് 4 കൊല്ലമായി, but we are still in that awe of okay, റഹ്മാൻ സാർ ഓസ്കർ കിട്ടി. അതാണ് like because എന്നുവെച്ചാ Shruti, that's a big thing. Like if you like, I'm not doing a value judgment of like Indian awards are not bad. Like it's like they make quality films and like getting to Oscars is a very big thing. It's a huge thing. So even like now it is not over, but still like since you and I are equally crazy and fanatic about Raman sir, you know for a fact that it was even before the Oscar happened that we started, literally worshipping that man for his music. And the Oscar was just one stop along the way. So again, back to my question. Can you remember which was the hottest Raman music happening at that time? I cannot
pick a track, but still I think the Oscar tracks in a cartoon, Vinay Thandi Varuvaya album. Yes. He had done a lot of films, which Vinay Thandi Varuvaya Was the happening album at the time. Because I still remember Oscar time ayadonde they had the Vinay Thandi Varuvaya's audio premiere in London and everything. Okay. So they have listening sessions for big albums. So similarly, Rahman sir and album avada kekkunna. I think that was one big wave of like അപ്പോൾ ആ ട്രാക്സ് ആയിരുന്നു ആ സമയത്ത് ഞാൻ കേട്ടോണ്ടിരുന്നത്. ബട്ട് പാരലലി ലോഡ് ഓഫ് തിങ്സ് ആർ ഹാപ്പനിങ്. ഓക്കെ ശ്രുതി, അപ്പോൾ ഞാൻ ഈ KM പോയിട്ട് അവിടെ ആ സമയത്താണ് KM ഒരു വർഷമൊക്കെ ആകുമ്പം ഐ സ്റ്റാർട്ടഡ് ഔട്ട് വർക്കിംഗ് ഇൻ മ്യൂസിക്. അപ്പം ഞാൻ ഇനീഷ്യലി പോകുന്നത് ഔസേപ്പച്ചൻ സാറിൻ്റെ അടുത്താണ്. അപ്പം വൺ ട്രിവിയ ഇസ് ദാറ്റ് റഹ്മാൻ സാർ വാസ് ഔസേപ്പച്ചൻ സാർസ് കീബോർഡ് പ്ലെയർ. Gopi Sundar composer, keys for him. Haris Jayaraja. Apam a lineage of like big and great musicians with lot of like musicality in them was working with him. Like people think that it's working under him. It's not like that. Like in a musical environment there is a hierarchy, but it's more of a collaboration. So that was very exciting. Like I did like probably like 5 to 10 films with him, lot of songs. And when I was working with him, I arranged a song like Ottekku Paadunna Poongoyile in 2013, and that got the state award. Yes, I remember this. So that was one very exciting journey. So morning I would have to go to college. Then I would have to go to Ausay sir's studio to work, and it might go till like 2 o'clock in the night, and then college work. It was fun. But see, when you do something that you truly love, ഡിസ്പൈറ്റ് ഇപ്പം വേറൊരാൾക്ക് ഈ ഒരു ഷെഡ്യൂൾ കേട്ട് കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഇറ്റ്സ് സോ ടയറിംഗ് എന്ന് തോന്നും. പക്ഷേ സിൻസ് യു ആർ ഡൂയിങ് സംതിങ് ദറ്റ് യു അബ്സല്യൂട്ട്ലി ലവ്ഡ്, യു എൻജോയ്ഡ് എവറി മൊമെന്റ് ഓഫ് ഇറ്റ്, ഈവൻ ദ പാർട്ട് വെർ യു ഡിഡ്ന്റ് ഈവൻ സ്ലീപ്പ് ഇനഫ്. I thoroughly enjoyed it. And finally, because ഇവിടെ we are trained in what to do, and I'm getting to do some of the stuff in the evening itself. So അപ്പം പുതിയ ഒരു ടെക്നിക് ഇൻ ലൈക്ക് റൈറ്റിംഗ് മ്യൂസിക്, സംതിങ് വിച്ച് ഐ ലേൺ ആൻഡ് ഐ ഗോ ആൻഡ് ട്രൈ ദാറ്റ് ഔട്ട്. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ജേർണി. ബട്ട് നമുക്ക് അവിടെ പഠിക്കുന്ന എല്ലാം ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല എന്നുള്ള ഒരു ചെറിയ നോളജ് ഐ ഹാഡ് ദാറ്റ് പോയിന്റ്. ബട്ട് ലൈക്ക് കമ്മിങ് ഡൗൺ ദാറ്റ് വേ ഐ നൗ റിയലൈസ് ദാറ്റ് ലോട്ട് ഓഫ് തിങ്സ് വി ലേൺ ആർ ഫോർ ദ പെർസ്പെക്റ്റീവ്. അപ്പോൾ കമ്മിങ് ബാക്ക് ടു യുവർ ഏർലിയർ സ്റ്റേറ്റ്മെന്റ്, മ്യൂസിക് പഠിച്ചിട്ട് മ്യൂസിഷ്യൻ ആവണോ എന്നുള്ളത്, the point is everybody has to learn music and everybody is doing it. It's just when you do it in an informal way, guidance ondengil it is fabulous. If you don't have a guidance, then it's tricky. Because you get lost in that. It's like being lost on a boat in the sea. Without a sense of direction. If you just jump out of that boat also, it's not helpful. Exactly. So our guidance ondengil you don't have to go to a college. You need to or have the right sail. I am so nice at this. You said it. Okay. So അതുകൊണ്ട് നമുക്ക് ആ ഒരു ട്രെയിൻഡ് മ്യൂസിഷ്യൻ ആൻഡ് അൺട്രെയിൻഡ് മ്യൂസിഷ്യൻ്റെ ആ ഒരു വാല്യൂ ജഡ്ജ്മെന്റ് വെക്കാൻ പറ്റില്ല. ബിക്കോസ് സ്കിൽ മേക്സ് ദം ദ മ്യൂസിഷ്യൻ ആൻഡ് ദെയർ ടേസ്റ്റ്. അപ്പം maybe developing a great taste will actually help. Exactly. So there are a lot of points, but still this is a great journey. I know. I have gone through and I feel it's exciting. So being a person who's been exposed to a lot of international music, you've had the good fortune to travel abroad and to actually experience the music firsthand. Tell me about, if I ask you, tell me about a yesteryear artist who you think that our present generation should listen to more so that they can learn from them. Anything of the past will actually teach you something. But for me, what has helped is Beatles. Okay. അപ്പോൾ ഞാൻ ഒരെണ്ണം പിൻ പോയിന്റ് ചെയ്ത് പറഞ്ഞാൽ there are a lot of things, but like the way they arrange the songs and the way they write, they are fabulous writers. Absolutely. And along with that they have the fabulous musical compositions also. അപ്പം the way the words give meaning to like empty music, അതിന് ഒരു ഭയങ്കര ഒരു എക്സാമ്പിൾ ആണ് ബീറ്റിൽസ്. So I think everybody, like I know like thousands and lakhs of people are like checking out Beatles right now at this moment, but you guys also like listen to one Beatles song. Yes. So let's go for it. Perfect. Let it be, let it be, let it be, let it be. There will be an answer, let it be.
When I find myself in times of trouble, Mother Mary comes to me, speaking words of wisdom, let it be. And in my hour of darkness, she's standing right in front of me, speaking words of wisdom, let it be. Let it be, let it be, let it be, let it be. Whisper words of wisdom, let it be. Let it be, let it be, let it be, let it be. There will be an answer, let it be. Yes, and for those viewers who are watching you and who have similar dreams of going to KM Conservatory, what is the one thing you would want to advise the KM aspirants? KM or any kind of music aspirants, I am not in a position in my career to give any advice, but just looking at my journey, I think this career is driven completely by passion. Yes. So more than any other domain stepping into it, like financial part or any logistical part, it's completely passion driven. So we have to definitely hold on to our passion. Like every musician I know who is still in the industry are holding on to the passion. Like if I take Rahman sir, Ausay Bachchan sir, or my very close friends like Saya, Suraj Atan, Job Atan, like everybody, they still have the drive. Probably I think when I sit with Saya or Suraj and Job, they are more driven than Passionate. what I am. Yeah, okay. So they put out tracks, like frequently tracks ഇറക്കുമ്പോൾ even they also tell me, എടാ നിന്റെ പാട്ടെന്താ നീ ഇറക്കാത്ത? I am in a different position. I think I don't have their drive. Okay. So only one thing which can push you forward through everything is the drive and the passion. Okay. Like everything else, you need a lot of things, but that should be the primary thing. Exactly. And getting an education in music is a very, very big eye opener, because you get to see the music in the silence, and there is a lot of philosophical aspect to it. Yes. So that is one key thing, but let your passion drive you. Yes, absolutely. So whether you want to, like he said, whether you want to study music or not is a completely other thing. It's completely left up to you. But coming from somebody who's done it in the past, I think you did get a few pointers here. Okay, now we'll go on to the next part of your musical journey. That is, after you did Chennai and after you did your work there, you had the brilliant opportunity to finally fly overseas. Yes, that was actually and Shruti, the interesting part is after this course we had to fly. There was a lot of that because this is an exchange program, so you have to be acquainted with them, who are flying with you. And so initially I did not go for anything. I thought this is a big deal, this is so expensive, it's so much of draining out for my family. So I thought, okay, let me pause. Just 2 weeks before flying or something, I was because he came, പഠിപ്പിക്കുന്ന രീതിയിൽ തന്നെ they stop at the music till 1950s. അപ്പം ഈ നമ്മൾ വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുമ്പോൾ വേൾഡ് വാർ 2 വരെയുള്ള മ്യൂസിക് ആണ് അവർ നമ്മളെ പഠിപ്പിക്കുന്നത് ഇൻ KM. ആൻഡ് ദെൻ വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ദ പ്രസന്റ് എന്നുള്ളത് they leave it up to you. Okay, you have to find it yourself. Exactly. അപ്പോൾ so I thought that missing link can be ഇതും. അപ്പോൾ പിന്നെ എൻ്റെ ഒരു 7ാം ക്ലാസ് തൊട്ടേ ഞാൻ ആഗ്രഹിക്കുക പുറത്തു പോയി ഒന്ന് പഠിച്ചാൽ ഇത് എന്താ പരിപാടി എന്ന് അറിയാമല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് finally we are somehow we sorted the money and everything. It was fun. And at that time I had really close friends. അപ്പം ആ സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അവർ മറ്റേ ഫോം ഒക്കെ ഫില്ല് ചെയ്ത് തന്ന് you go, they were more excited than I am. I'm okay, cool, എന്നാൽ ഞാൻ പോവാം. അപ്പം ഞാനപ്പം മറ്റേ ഓട്ടോ പൈലറ്റിംഗ് മോഡിലായിരുന്നു. ഞാനിങ്ങനെ ഇരുന്നു ഫൈനലി എന്തൊക്കെയൊക്കെ ചെയ്ത്. അപ്പം when I got back to my senses is when probably I was in the flight. അപ്പോൾ ഞാൻ എല്ലാവരെയും വിളിക്കുകയായിരുന്നു ഇങ്ങനെ, ഞാൻ പോവാണ്, ഇനി കുറച്ച് നാൾ കഴിഞ്ഞേ വരുള്ളൂ. സോ അവിടെ പോകുന്നതോടുകൂടി ലോട്ട് ഓഫ് ദ പെർസ്പെക്റ്റീവ്സ് ചേഞ്ച്. അപ്പോൾ ഞാൻ പിന്നെ അവിടെ പോയിട്ട് I got to work with a few orchestra. അപ്പോൾ ഇതിൻ്റെ ഒരു സ്കെയില് മാറി. സോ ദ മൊമെന്റ് യു തിങ്ക് ഓഫ് സംതിങ് ഇൻസൈഡ് യുവർ കമ്പ്യൂട്ടർ, നമ്മളെന്ന് വിചാരിക്കുന്നത് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്, ഇറ്റ്സ് എ കൊളാബ് എന്നുള്ള എനിക്ക് തോന്നുന്നു എൻ്റെ ലേണിങ്ങിൻ്റെ ശ്രുതി ദ ബെസ്റ്റ് തിങ് വിച്ച് ഐ ലേൺഡ് ഇസ്
it's not a one-man show എന്നുള്ളത്. Okay. We just get it. Correct. It's so obvious, and that gave me the open-mindedness. Even though I wanted to become a composer myself, that gave me that power to produce for everybody. Exactly. So like producing their music, understanding their music and producing is two different Yeah, things. it's a completely different ball game altogether. You like, because you are also in the art industry, you know, so like understanding somebody else's perspective and adding to it is a different thing. So എനിക്ക് തോന്നുന്നു ഈ ഒരു ലേണിംഗ് ആൻഡ് ലൈക്ക് ഗോയിങ് ഔട്ട് taught me that completely. Like I got to jam with jazz musicians. അപ്പം നമ്മൾ ഈ പഠിക്കുന്ന കോളേജിൽ തന്നെ there is one jazz department, one film department, and I got to compose for some dancers, like very contemporary music, പിന്നെ orchestra, and then funnily I won a competition, like a composition contest, and my piece was performed by some like a pianist from New York, and that was a big Huge thing for me. And like the professor was like asking my opinion, like how you think you can change the course for Indian students. I was like so excited, like I gave all my perspective on it. I was telling him, okay, like in India the career paths are different, so if you can tweak it in a way that so that was so much of give and take. Being given a voice to, you know, that too in a platform like that, it's not an opportunity that a lot of people get. Okay, now I'll bring you back to India. Tell me about how after doing your education in music, finally nammal aa oru actual world of music, actual profession as a composer or as a producer. Tell me about that. Where did you start? So അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഫസ്റ്റ് വർക്ക് എന്നൊക്കെ പറയുന്നത് ഞാൻ ഈ സ്കൂളിൻ്റെ സമയത്ത് തന്നെ ചെറിയ ടെലിഫിലിംസ് അങ്ങനെയൊക്കെ the thing with me was when I was in school itself, like finishing school from 11th 12th, ആ സമയം തൊട്ടേ I was working on small things. Okay. Maybe നമ്മുടെ ഫ്രണ്ട്സും ഫിലിം മേക്കേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ചെറിയ jingles, background Exactly. So അപ്പം ഈ ഷോർട്ട് ഫിലിംസും അങ്ങനത്തെ സംഭവങ്ങളും, പക്ഷെ ഞാൻ ഒരു ഷോർട്ട് ഫിലിം ആണെങ്കിൽ പോലും ഐ അപ്രോച്ച് ഇറ്റ് ഇൻ ലൈക്ക് എ വെരി professional, huge project. I have that അപ്പം മറ്റേ ബ്രെയിൻ സ്റ്റോം ചെയ്ത് ലൈക്ക് ഐ ടേക്ക് നോട്ട്സ് ആൻഡ് ഇവിടെ മ്യൂസിക് വരണം എന്നൊക്കെ ഞാൻ ഇങ്ങനെ എല്ലാം ഡിസ്കസ് ചെയ്യും ഡയറക്ടറായിട്ട് അങ്ങനെയൊക്കെ. പക്ഷെ അറ്റ് ടൈംസ് ഐ ഗെറ്റ് ലൈക്ക് put down and frustrated also, like with relationships in music itself. Okay. But still I know that it's a collab. Yes. So I have that fact in my mind etched so like so strongly so that strongly you know that, you know, it's not just you. It's a collab. എല്ലാവരുടെയും ഒപ്പീനിയൻ എടുക്കണം, എല്ലാവരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്താലേ അതിന് ഒരു ഫ്രൂട്ട്ഫുൾനെസ് ഉണ്ടാവത്തുള്ളൂ. I think that initially അപ്പോൾ ആ എഡ്യൂക്കേഷനിൽ നിന്ന് ആ മ്യൂസിഷ്യൻ ലൈഫിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു കൊളാബ് പാർട്ടിനെ എൻറ്റയർലി അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ചെറിയ ടഫ്നെസ് ഉണ്ടായിരുന്നു. ഓക്കെ. ബട്ട് സ്റ്റിൽ വർക്കിംഗ് ഫോർ അതർ പീപ്പിൾ എന്നുള്ള ഒരു സാധനം വാസ് മൈ സബ്സിസ്റ്റൻസ് പാർട്ട്. ഓക്കെ. അപ്പോൾ അപ്പം അത് നാച്ചുറലി ഇറ്റ് വാസ് ഹാപ്പനിങ്. സോ ഇറ്റ് വാസ് ജസ്റ്റ് എ പോയിന്റ് ഓഫ് മൈ റിയലൈസേഷൻ. അപ്പം ഞാൻ ഇതൊരു കൊളാബ് ആണെന്ന് റിയലൈസ് ചെയ്യുന്നു. ദെൻ ഐ ഗെറ്റ് ഇൻ ടു ദ ഫ്ലോ. പിന്നെ ഐ തിങ്ക് ദെൻ ഐ ഗോട്ട് ടു വർക്ക് ഓൺ ലൈക്ക് ലോട്ട് ഓഫ് സ്റ്റഫ് ആക്ച്വലി, ലൈക്ക് ഫോർച്യുനേറ്റ്ലി. ഓക്കെ. If I need to mention names, we have had wonderful collaborations with Suraj Chetan. Like, okay. I don't know why I call him Suraj Chetan, because I have always called him that. Because when I was in Chennai, he gave me the lead to contact Ausai Bachchan sir. Okay. I didn't know him that much and he didn't know me that much, because but he know that I'm a music producer and I'm like very passionate. So he's like, "Era ingane oru idundu, you can go and try." Appo that first thing happened, and so many years later I was planning to do a Mojo session. Okay. So I had been programming for a lot of people, and I thought, okay, let me do my own thing for a while. And then I made a song, Nyan Kalam annana paatinte peru. So and I made the song and I sent it out to Suraj. So he was like at that time quite busy and like touring around with Dev Sri Prasad and lot of tours ഒക്കെ ഉണ്ട്. അപ്പോൾ പുള്ളി എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഹൈദരാബാദിൽ എന്തായിരുന്നു. ഐ ജസ്റ്റ് സെൻഡ് ഹിം ദ സോങ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സെഷൻ ഉണ്ട്, can you join and sing for me? And that was like one very rough track. Okay. And he got what I was trying to do. And he is like, okay, ഞാൻ ആ ദിവസം ഹൈദരാബാദിലായിരിക്കും, I will just after that his Hyderabad landing is my show. Okay. So he told, I'll come from Hyderabad for your show, I'll send me the lyrics and everything, I'll listen. And the moment he came,
for the practice, he had actually like looked at the song and practiced, and he knew what was coming even from that scratch track. Okay. You get that like beauty of collab. People see before you, and they also like share your vision, and that was so fabulous. Appo aa session il pullikaran rendu paattu paadi, and from there to now, like I have been producing lot of music for him, and it's a collab. Appo chedno enikku vendi paattakka paadum. We have a very very beautiful relationship. Yes. അത് ഒരു കൊളാബറേഷൻ. പിന്നെ എൻ്റെ ഒരു ആർട്ടിസ്റ്റിക് കൊളാബറേഷൻ സയയുടെ കൂടെ. സയ, ഷീ ഈസ് Okay, Varki calls her Saya. We are talking about the absolutely beautiful singer Sayonara. സയനോറ ഫിലിപ്പിനെ പറ്റിയാണ്. ഷീ ഈസ് ഇപ്പം എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് എനിക്ക് ഷീ ഈസ് സച്ച് എ ജെന്യുവിൻ പേഴ്സൺ ആണ്. അപ്പം പുള്ളിക്കാരത്തി മറ്റേ ഒരു ബ്ലോട്ടിംഗ് പേപ്പറിനെ പോലെയാണ് മ്യൂസിക്കിനെ കാണുന്നത്. ആൻഡ് ഷീ ഈസ് ലൈക്ക് പുള്ളിക്കാരത്തിൻ്റെ മൂഡൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഒരു ഐഡിയയിലേക്ക് വരും, ആൻഡ് വി ഫോൾ ഇൻ ടു ഇറ്റ്. അപ്പം സയയായിട്ട് ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ ജോബേട്ടൻ. സോ മൈ സർക്കിൾ ഇസ് ആക്ച്വലി വെരി 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 സ്മോൾ ഇഫ് ഐ തിങ്ക് ഓഫ് ഇറ്റ്. അപ്പം ജോബേട്ടൻ പറയാണ് സയ വാസ് ഇൻഡിപെൻഡൻ്റ്ലി ഡൂയിങ് എ ഫിലിം. അപ്പം സയ ഇങ്ങനെ ജോബേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, ജോബ് എനിക്കൊരു പ്രോഗ്രാമറാണ്. അപ്പോൾ ജോബേട്ടൻ, the first programmer that came to his mind was me. Okay, take him, he is good. And appo saying ee Surajattam paadi ee paatana kekkunna. This njan kalam, she is like, this is fabulous da, let's work. Appo then she is sending me a song, and I think that happened in 2018. Appo 2018 to now 2021, like we were working on a lot of stuff. Pinne adinu shesham Saya 2-3 films cheyidu. Njan cheyda filmil she was such a she played a pivotal role because she dubbed for Nimisha. And so she was like that film. ആ ഫിലിം ആക്ച്വലി ഒരു ഭയങ്കര മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഫിലിം. സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞ രജീഷയുടെ ഒരു ഫിലിമാണ്. ദാറ്റ് ഈസ് ആക്ച്വലി ലൈക്ക് ഒരു ലൈക്ക് വോയിസ് ഓഫ് ദ വുമൺ പോലെയാണ് ആ ഫിലിം. ബിക്കോസ് ദാറ്റ് ഇസ് ഡയറക്റ്റഡ് ബൈ ലൈക്ക് വിധു വിൻസെന്റ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറുണ്ട്. ഷീ ഈസ് ലൈക്ക് എ സ്റ്റേറ്റ് അവാർഡ് വിന്നർ. ആൻഡ് ദാറ്റ് ഫിലിം ഹാസ് രജീഷ, നിമിഷ, പിന്നെ സായ, ഇങ്ങനെ ഒരു പവർഫുൾ വുമൺ ടീമാണ്. അപ്പൊ എന്റെ ഫ്രണ്ട്സ് കളിയാക്കും, നീ ഈ എംപവേർഡ് വുമന്റെ കൂടെയാണോ ഫുൾ ടൈം കൊളാബറേഷൻ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും ഇറ്റ് സം ഹൗ ഹാപ്പൻസ്. അപ്പം ഈ ഫിലിമിൽ വരുമ്പം സയ സാങ് 3 songs. അപ്പം ബിക്കോസ് വി വാണ്ടഡ് എ പവർഫുൾ ഫീമെയിൽ വോയിസ് ഫോർ ദ ആൽബം ഓൾസോ. അപ്പൊ അതിൻ്റെ അകത്ത് ഒരു റൊമാൻറ്റിക് അല്ലാത്ത പാട്ട് ഒഴിച്ച് ബാക്കി 3 പാട്ടും അതിൻ്റെ വേർഷൻസും. ആൻഡ് ഷീ പ്ലേഡ് എ വെരി വെരി ഹ്യൂജ് റോൾ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അപ്പോൾ പുള്ളിക്കാരത്തി വോയിസസ് അറേഞ്ച് ചെയ്യും. ഇറ്റ്സ് ലൈക്ക് ഐ ഫീൽ ഇറ്റ്സ് എ വെരി സ്മൂത്ത് like very natural collab. Appo Sayam Surajattam. Similarly with Jobatan also I worked on like a few songs with him. That is also a very wonderful collaboration. Which ones? Again, Jobatan is also one of my really Jobatan favorite Hope singers. project in that I have that silent role. So ഈ ഹോപ്പ് പ്രോജക്റ്റ് ഇപ്പം ഇറങ്ങിയ പാട്ടുകളുടെ വോക്കൽസ് ഒക്കെ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഞാനാണ്. Since we are now back in Kerala and you're in your hometown and back doing the kind of music that you really like, it's very interesting for me to note that you come from a background that is quite similar to mine. You went to Loyola School and you know, you've been interacting with international musicians. You were taught by the best of the best. അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാൾക്ക് മലയാളം ഇൻഡസ്ട്രിയിൽ വന്ന് കംഫർട്ടബിൾ ആകുക, അതുപോലെ മലയാളം മ്യൂസിക് ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടുകൊണ്ട് കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യുക, ദാറ്റ്സ് എ ബ്രില്യൻറ്റ് കോമ്പിനേഷൻ. അത് അച്ചീവ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി എ ഗ്രേറ്റ് തിങ്. ഇറ്റ് മീൻസ് ദാറ്റ് യുവർ ലവ് ഫോർ മ്യൂസിക് ഇസ് ആക്ച്വലി വെരി ജെന്യുവിൻ. It kind of overpasses the whole language barrier or any sort of അങ്ങനെ ഒട്ടും പ്രിറ്റൻഷ്യസ് ആയിട്ടുള്ള മ്യൂസിഷ്യൻ അല്ല വർക്കി. ഇല്ല, എനിക്ക് തോന്നുന്നു ഈ മ്യൂസിക് ഒരു നാച്ചുറൽ പ്രോഗ്രഷൻ തന്നെയായിരുന്നു ശ്രുതി. ബിക്കോസ് ഈ മലയാളം മ്യൂസിക് ഇഷ്ടപ്പെടുക എന്നുള്ളൊരു പോയിന്റ് ഒന്നും എനിക്കില്ല. ബിക്കോസ് ഐ എം ടോട്ടലി ഇൻ ടു ദിസ്. ലൈക്ക് ഞാൻ അങ്ങനെ മ്യൂസിക്കിനെ പ്രോബ്ലി ഇറ്റ്സ് ലൈക്ക് എ ഡിവൈഡ് ടു റെക്കഗ്നൈസ് തിങ്സ്. അതായത് ഒരു ടാഗ് ചെയ്യുന്നു ടു അണ്ടർസ്റ്റാൻഡ്. അതല്ലാതെ മലയാളം മ്യൂസിക് എന്ന് പറഞ്ഞാൽ ദ ഫോക്ക് മ്യൂസിക്, അതിപ്പോൾ എൻ്റെ ഇനിഷ്യൽ കോമ്പോസിഷൻസ് എല്ലാം മലയാളം ഫോക്കിനെ ബേസ് ചെയ്തും ആൻഡ് the sheer love I have for like musicians like Vidyasagar sir, Baburaj master, പിന്നെ എന്ന് വെച്ചാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ they changed the vocabulary of film music throughout the history. അപ്പം പിന്നെ എനിക്ക് I was like initially in my musical journey ഞാൻ ഭയങ്കരമായിട്ട് ഇത് ഈ ഹിസ്റ്ററി ഒക്കെ പഠിക്കാനൊക്കെ I was so keen. അപ്പോൾ so I am so close to this. ഇത് എനിക്ക് ഇൻസെപ്പറബിൾ ആണ്. മലയാളം എന്നുള്ള സംഭവം ഒന്നും I don't have to like it because it's always there. And I grew up
in a home where my mom and dad, like, they listen to all the Malayalam old songs and everything, and അതിൻ്റെ ഓട്ടോപൈലറ്റിംഗ് മോഡിൽ ഇറ്റ് ജസ്റ്റ് എൻഡേഴ്സ് യു. Absolutely. അപ്പോൾ നമ്മുടെ മലയാളം മ്യൂസിക് ലവർ ഓഡിയൻസിന് വേണ്ടിയിട്ട് ലെറ്റ്സ് ഹിയർ സംതിങ് ഫ്രം ദ മലയാളം ഇൻഡസ്ട്രി. ഓൾ റൈറ്റ്. ഓക്കെ. മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാലകളോ നിഴലോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ. മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാലകളോ നിഴലോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ. ഏതോ വസന്തവനിൽ കിനാവായി വിരിഞ്ഞു നീ പനിനീരിലെൻ്റെ ഹൃദയം നിലാവായി അലിഞ്ഞു പോയി. അതുപോലും ഇനി നിന്നിൽ വിഷാദം പകർന്നുവോ. മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ. മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാലകളോ നിഴലോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ. So Varkey, tell me what you are doing with your music at present. Oh, very nice question. Like, it opens up a whole Plethora of thoughts and ideas and so much you want to talk about. like, at present, like, post the lockdown and everything, I am working on my own EP. Okay. So it's like the thing with me is I had been like lot of other songwriters, I have like plenty of songs Okay. which I had been like scribbling on my book, or it's like a memo recording or anything. Okay. So out of that I like chose like 11 songs, and out of that I've selected 4 Okay. which I was like planning to develop. It is like very alternative pop. Okay. So I was just collaborating with a lot of artists. And Okay. Like Saya has sung one song in Okay. that. And lot of other artists. Like there are like 4 songs with like multiple artists I'm like collaborating. That is happening, and parallelly I have like started like loving this like Hindi language again. So the fun trivia part of that is I was learning that language throughout my school. Okay. But you never I am- gave it much thought. And I'm quite naive about it. Like Okay. I don't know Hindi much. Okay. And so I have got this great interest for Hindi. So I am actually like working on 2 Hindi songs Okay. for as a single. Okay. So that is almost done, but still I look in that songs I am singing. Okay. So I am just subtly nervous to like put it out. This is very, very, very interesting for me. I'll be the first person to come in. Oh, nice. Okay. And since we are talking about your own music and your own production, I'm sure that the audience are also waiting at this point to listen to something that is original Varkey music. Yes. Let's have one of my let's tracks. have one of yours. തകതിമർ തകതെയ്തോ തകതെയ്താരോ തകതിമർ തകതെയ്തോ തകതെയ്താരോ തകതിമർ തകതെയ്തോ തകതെയ്താരോ തകതിമർ തകതെയ്തോ തകതെയ്താരോ അന്നം ചിഹ്നം
മഴ പെയ്തു പൊന്നഴകിയ പൂഞ്ചിറയിൽ മഴവെള്ളം വന്നു തോടും ചിറയും മുങ്ങി. അന്നം ചിഹ്നം മഴ പെയ്തു പൊന്നഴകിയ പൂഞ്ചിറയിൽ മഴവെള്ളം വന്നു തോടും ചിറയും മുങ്ങി. തകതിമർ തകതെയ്തോ തകതെയ്താരോ തകതിമർ തകതെയ്തോ തകതെയ്താരോ തകതിമർ തകതെയ്തോ തകതെയ്താരോ തകതിമർ തകതെയ്തോ തകതെയ്താരോ. When we talk about your career, your actual legit career in music, tell us about the highlights so far. Okay. The most exciting question. So, I have a homegrown team with whom I work. That is like my director, like Gautam Surya. Okay. He's like a very good director. Okay. And my friend Shyama Prakash, he's also a very good director. So, other person is Sudeep Elaman. Okay. So, he is like a cinematographer. He has done Ayyappanam Koshi and all. Okay. And Rahul. And there are like very, very close pals who does films and they work in the film industry. So we have made a film called Sleeplessly Yours. Okay. All the viewers should watch it. It was a part of the International Film Festival of Kerala. Okay. And we had all the shows full and it was such a like critiqued film. Okay. Like, I think there are a lot of extended reviews and everything. Even Srirag, who came here now, he is also a part of it. So like we have a brilliant team of youngsters who made a film about sleeplessness Okay. and how living together couples splits their ways apart. It's like that, I would say, is one of the like most beautiful things I got to work. The second thing I would say is a documentary which I did with Bharat Bala sir. Okay. Like Bharat Bala sir is the creator of Incredible India and a lot of other interesting series and the director of Marianne movie. So working with him was like a fabulous experience, and the first song I did was a song about a boat race. Okay. So it is like Atu Anji, Neetu Anji, Chundam Anji, Churuttu Anji. So I'm getting to do something of my own thing Yes. for them, like Yes. for a like more of a like an international audience. So that song was like the anthem of the boat race Okay. last season, and that video like was a very very big successful thing. And the most blessed thing, the forward to that video was talked by A.R. Rahman sir. So A.R. Rahman sir is introducing the song. So that is like It doesn't get better than that. Yes. Oh, trust me. And to think that I am sitting with this guy who's actually had so many laurels to his name, I think this is the highlight of my career too. But all in all, I think this has been absolutely fun. Now we have come to the most exciting part of the show. Of course, for me, the most exciting part of the show was all the music, but then the later exciting part, that is the food. We are here in Trivandrum at the Terrace Karkootam, and they have some absolutely fantastic signature dishes. One of which, thank you, is peri peri chicken. Terrace has an amazing spread of beautiful grilled chicken dishes, and so this is going to be one of those absolutely amazing things. I think you and I are both going to love this. After all that struggle for all the music, I think we deserve. we have been like trying to I get know. the music out really well. I think something has to go in now. Yeah. So it's time for the food. You want to go ahead? Oh my god, this is so good. So don't forget, if you're really looking for some good chicken, you want to come and try our Terrace, because this place is absolutely amazing. And that ending flavor is so crisp. They have that subtle sweetness. Wait till you try the sauce. I was not patient enough to dip in this sauce. See? Makes a difference. While Varki is going to completely finish off this chicken, it's time for us to sign off for today. Make sure that you come back and watch us next episode, where we'll be back with more fun, more music, and yes, as always,
more food and more entertainment. This is Vijay Shruti signing off.